നമസ്കാരം. ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥ പ്രവാസികളുടെ യാത്രാ കനവുകൾക്ക് മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇറാൻ വ്യോമപാത പെട്ടെന്ന് അടച്ചതോടെ ഏത് നിമിഷവും യാത്ര പുറപ്പെടാനിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികളാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. അവധി കഴിഞ്ഞ് കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്ന ആശങ്ക പ്രവാസി കുടുംബങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വ്യോമപാതകളിൽ ഒന്നിൽ നിയന്ത്രണം വന്നതോടെ വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. യുദ്ധസമാനമായ ഈ സാഹചര്യം വെറുമൊരു യാത്രാ തടസ്സം മാത്രമല്ല, മറിച്ച് പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇറാനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് വ്യോമപാത അടച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിദേശ വിമാന സർവീസുകൾക്ക് താളം തെറ്റുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന വിമാനങ്ങളെയാണ് ഈ പ്രതിസന്ധി പ്രധാനമായും ബാധിക്കുന്നത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇറാൻ വഴി പറക്കേണ്ട വിമാനങ്ങൾ മറ്റിടങ്ങളിലൂടെ വഴിതിരിച്ചു വിടാനുള്ള സാഹചര്യം ഉണ്ടായതോടുകൂടി വിമാനയാത്രക്കാർക്ക് മണിക്കൂറുകളോളം അധിക യാത്രയും കാലതാമസവുമാണ് നേരിടേണ്ടി വരുന്നത്. പല പ്രമുഖ വിമാന കമ്പനികളും സർവീസ് മാറ്റിയിട്ടുണ്ട്. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ ഇതിനോടകം തന്നെ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇറാൻ വ്യോമപാതയ്ക്ക് പകരം ബദൽ വഴികൾ തേടുന്നത് വിമാനങ്ങൾ വൈകാൻ കാരണമാകുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. വഴിതിരിച്ചുവിടാൻ സാധിക്കാത്ത ചില സർവീസുകൾ റദ്ദാക്കാനും സാധ്യതയേറെയാണ്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി വിമാനത്തിന്റെ നിലവിലെ സ്ഥിതി അഥവാ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണം. ഇനി എന്താണ് ഇറാനിലൂടെയുള്ള വ്യോമപാതയുടെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, യൂറോപ്പ്, മധ്യേഷ്യ, തെക്കനേഷ്യ എന്നിവിടങ്ങളിലുള്ള ഒരു പ്രധാന വ്യോമപാതയാണ് ഇറാനിലൂടെ കടന്നു പോകുന്നത്. ഇറാൻ വ്യോമാതിർത്തി അടയ്ക്കുമ്പോൾ വിമാന കമ്പനികൾക്ക് ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി ചുറ്റി പറക്കേണ്ടി വരും. ഇത് യാത്രാസമയം കൂട്ടുകയും വിമാനങ്ങളുടെ ടൈം ടേബിളിന്റെയൊക്കെ താളം തെറ്റിക്കുകയും ചെയ്യുന്നതാണ്. വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കും. പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന ഇൻഡിഗോ വിമാനങ്ങളും ഒക്കെ ഇപ്പോൾ പ്രതിസന്ധിയിലാണെന്നാണ് റിപ്പോർട്ട് വരുന്നത്. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ റീബുക്കിംഗ് ഓപ്ഷനുകളും റീഫണ്ട് സൗകര്യവും നൽകുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവധി കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് മടങ്ങാനിരിക്കുന്ന ഗൾഫിലെ പ്രവാസികൾക്ക് ഈ അനിശ്ചിതത്വം വലിയ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. സ്പേസ് ജെറ്റും തങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളും വഴി യാത്രക്കാർക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യാത്രാ വിമാനങ്ങളെ കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും കയറ്റുമതിയെ ഈ വ്യോമപാത മാറ്റം ദോഷകരമായി ബാധിച്ചേക്കാം. ഭൂരാഷ്ട്രതന്ത്രപരമായ കാരണങ്ങളാൽ വ്യോമപാതകൾ അടയ്ക്കപ്പെടുന്നത് ആഗോള വ്യോമയാന മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും ഉൾപ്പെടെയുള്ള കമ്പനികൾ റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രവാസികളെ സംബന്ധിച്ച് അത്യാവശ്യ സമയത്ത് തടസ്സമില്ലാത്ത യാത്രയാണ് പ്രധാനം. പശ്ചിമേഷ്യയിലെ സംഘർഷം എത്രനാൾ നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വിമാന സർവീസുകളുടെ ഭാവി. മറ്റു വിദേശ വിമാന കമ്പനികളും ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനഃക്രമീകരിക്കാൻ തുടങ്ങിയതോടെ യാത്രാ ദുരിതം ഇരട്ടിയാകാനാണ് സാധ്യത. എത്രയും വേഗം നയതന്ത്ര ചർച്ചകളിലൂടെ ആകാശം സുരക്ഷിതമാക്കണം. പ്രവാസികളുടെ ആശങ്കകൾക്കെല്ലാം പരിഹാരമുണ്ടായേ പറ്റൂ. യാത്രയ്ക്ക് മുൻപായി വിമാന കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ വഴിയോ വെബ്സൈറ്റ് വഴിയോ നിരന്തരം വിവരങ്ങൾ തേടുന്നത് ഈ ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കും. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ഗൾഫ് യാത്രകൾ പലരും മാറ്റിവെക്കുന്നുണ്ട്. ഇത് ട്രാവൽ ഏജൻസികളെയും ടൂറിസം മേഖലയും സാരമായി തന്നെ ബാധിക്കുന്നതാണ്. വ്യോമയാന മേഖലയിലെ പ്രതിസന്ധി വരും മാസങ്ങളിൽ ഇന്ത്യയുടെ പ്രവാസി സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. വിമാന കമ്പനികൾ ബദൽ മാർഗങ്ങൾ തേടുമ്പോഴും വർദ്ധിച്ചു വരുന്ന യാത്രാ ചെലവ് സാധാരണക്കാരനായ പ്രവാസിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വിമാനങ്ങൾ റദ്ദാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജോലി ദിനങ്ങളും കൃത്യസമയത്ത് തിരിച്ചെത്താത്തത് മൂലം തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാൻ സർക്കാർ ഇടപെടലുകളും അനിവാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുവരെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കുകയും വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുകയും വേണം.